ഹായ് ഗൈസ്, എല്ലാവർക്കും റെന്നി സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള ആനയിറങ്ങൽ ഡാമിൻ്റെ തേയിലക്കാടുകൾക്കിടയിൽ ഒരു തൂക്കുപാലമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ആനയിറങ്ങൽ ഡാമിൽ വന്നപ്പോൾ ഡാം മാത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ സൈഡിലേക്കും കൂടി ഒന്ന് പോകുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ചെല്ലു നീ ചെന്നോ. ഓക്കെ, അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിൻ്റെ നല്ല വിശേഷങ്ങളിലേക്ക് ചെല്ലും. നല്ല സീനറി ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തേയിലക്കാടുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീನು കുനിഞ്ഞിറങ്ങിപ്പോതാ. നമുക്ക് ഈ റോഡ് സൈഡിൽ ചെറിയൊരു സ്ഥലമുണ്ട്, അതുവഴി ഇങ്ങനെ കുനിഞ്ഞിറങ്ങിയിട്ട് വേണം പോവാൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ സീനറിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ വേണം നമുക്ക് ഇവിടേക്ക് പോകാൻ. നോക്കിക്കേ, അവിടെ ഒരു തൂക്കുപാലം കാണുന്നത് കണ്ടില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മയപ്പൊക്കെ അത് മുന്നേ പോയിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായല്ലോ, അപ്പോഴത്തേക്ക് നല്ല തിരക്കൊക്കെ ഉണ്ട് വഴിയിൽ. കാരണം എല്ലാ ആൾക്കാരും ഈ വെക്കേഷൻ ടൈമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നാർ റൂട്ടിൽ. കാരണം ഇപ്പോൾ ഈ ആനയിറങ്ങൽ ഡാം, നമ്മുടെ തേയില ഫാക്ടറി, ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ ഈ ഇടസ്ഥലത്തൊന്ന് വന്നിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നേരെ ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ ചെറിയൊരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു ഏരിയയാണ്, പെട്ടെന്ന് ശ്രദ്ധയപ്പെടത്തില്ല ഇതുപോലൊരു തൂക്കുപാലം ഇവിടെയുള്ളത്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തേയിലക്കാടുകൾക്കിടയിൽ നമുക്ക് ഒരുപാട് ആനേനെ കാണാൻ പറ്റുന്നതാണ്. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ 2-3 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ തേയിലേൻ്റെ ഇടയിൽ കാണുന്ന പൂവ്. ഞാനും ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ വന്ന വഴി കാണുന്നില്ല, ആ റോഡും പരിസരമൊക്കെ അങ്ങനെ വളഞ്ഞു പോകുന്ന നമ്മുടെ റോഡ്. ജോപ്പ് പോകാൻ ഇടയ്ക്കൊക്കെ വലിയ ഓട്ടമുണ്ട്, കാലൊക്കെ പോയാൽ തോട്ടി കിടക്കും. ഗൈസ്, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ പാലുണ്ട്, ഇതുപോലത്തെ 2 പാലാണ് ഒന്നുള്ളത്. അപ്പോൾ ഇത് വീക്ക് പാലാന്ന് അവിടെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണ് നടന്നു വന്നത്. കാരണം അതിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മരപ്പലകളും കാര്യങ്ങളെല്ലാം ഭയങ്കര എന്താ പറയുക, പഴയ പലകകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്നവർ സ്വന്തം റിസ്കിൽ സൂക്ഷിച്ചിറങ്ങുക. ഓക്കെ, കാരണം ഇടയ്ക്കുള്ള പാളികളെല്ലാം മിസ്സായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇവിടുത്തെ സീനറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി സീനറിയാണ്, സൂപ്പർ പ്ലേസാണ്. കണ്ടില്ലേ, പുറകുവശത്തൊക്കെ ഒരു ഭംഗി നോക്കിക്കേ. ആനയിറങ്ങൽ ഡാമിലെ വെള്ളം വന്നിരിക്കുന്നതിൻ്റെയൊക്കെ. ചുണ്ടുവിന് സ്ഥലം ഇഷ്ടമായോ? സൂപ്പർ അല്ലേ സ്ഥലം? ഈ സ്ഥലത്തൂടെ ഇറങ്ങി പോയാൽ നമുക്ക് കുളിക്കാൻ പറ്റും. കുളിക്കാനോ? അയ്യോ ഇനി വേണ്ട, അത് നല്ല ആഴുണ്ടാവും ചുണ്ടോ. ഹായ് ഗൈസ്, ആനയിറങ്ങൽ ഡാമിലെ നല്ല ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതിലും നല്ല മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.